സർജറി അത്യാവശ്യമാണോ ഡോക്ടർ? ഭയം വിട്ടുമാറാതെ നിക്കോളാസ് ചോദിച്ചു. യെസ്, സിത്താരയുടെ ബോധം വീണ്ടെടുക്കണമെങ്കിൽ സർജറി കൂടിയേ തരൂ. അല്ലെങ്കിൽ ദിവസങ്ങളോളം, ഒരുപക്ഷെ ആഴ്ചകളോളം ഇതുപോലെ കോമയിൽ കിടന്നെന്ന് വരും, ഡോക്ടർ രമേഷ് ഭട്ട് പറഞ്ഞു. എങ്കിൽ പിന്നെ എത്രയും വേഗം സർജറി നടത്തണം ഡോക്ടർ, റിച്ചാർഡ് അനുകൂലിച്ചു. ഡോക്ടർ ഷെട്ടിയുമായിട്ട് എനിക്ക് ഇതേക്കുറിച്ച് ഒന്നുകൂടി സംസാരിക്കണം. മുംബൈയിൽ അതിവിദഗ്ധനായ ഒരു ന്യൂറോ സർജനുണ്ട്, ഡോക്ടർ പ്രതീഷ് ഭട്നഗർ. എൻ്റെ ഫ്രണ്ടാണ്. സ്കാൻ റിപ്പോർട്ട് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കാം. അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ അറിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം, ഡോക്ടർ ഭട്ട് പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ ഉചിതമായത് ചെയ്യൂ ഡോക്ടർ. മണി ഈസ് നോ പ്രോബ്ലം. വേണമെങ്കിൽ മോളെ മുംബൈയിലേക്ക് കൊണ്ടുപോകാം. പഴയപടി ഞങ്ങൾക്ക് അവളെ തിരിച്ചു കിട്ടണം. അതിന് എന്ത് ചെയ്യാനും ഞങ്ങൾ ഒരുക്കമാണ്, നിക്കോളാസ് അറിയിച്ചു. ഡോൺ വറി, എല്ലാം എനിക്ക് വിട്ടേക്കൂ. ഡോക്ടർ ഷെട്ടിയുടെ പെർമിഷൻ കിട്ടിയാൽ നമുക്ക് അവളെ സത്യഭാമയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഓപ്പറേഷൻ തിയേറ്ററാണ് അവിടെയുള്ളത്. എല്ലാം ഞങ്ങൾ ഡോക്ടർക്ക് വിട്ടു തന്നിരിക്കുന്നു, നിക്കോളാസ് പറഞ്ഞു. ഡോക്ടർ ഭട്ട് വീണ്ടും അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴും ഞെട്ടിൽ നിന്ന് വിമുക്തയായിരുന്നില്ല ശ്രേയ. എനിക്ക് മോളെയൊന്ന് കാണണം, അവൾ ആഗ്രഹം പ്രകടിപ്പിച്ചു. ഐസിയുവിലാണ്, അങ്ങനെ എപ്പോഴുമൊന്നും ആർക്കും കാണാൻ കഴിയില്ല ശ്രേയ, നിക്കോളാസ് പ്രതീക്ഷ കൊടുത്തില്ല. ഡോക്ടർ ഷെട്ടിയോടൊന്ന് ചോദിച്ചു നോക്കൂ റിച്ചി, നിനക്ക് അദ്ദേഹത്തെ പരിചയമുണ്ടല്ലോ, അവർ അപേക്ഷിച്ചു. ഡോൺ വറി മമ്മി, ഐ വിൽ ട്രൈ. റിച്ചാർഡോടെ തന്നെ ഡോക്ടർ ശ്രീകാന്ത് ഷെട്ടിയെ കാണാൻ ചെന്നു. ഡോക്ടർ ഭട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടായിരുന്നു. അതിനെന്താ, കണ്ടോളൂ, ബട്ട് ഒരു മിനിറ്റിനപ്പുറം അവിടെ നിൽക്കരുത്, ഡോക്ടർ അനുവാദം കൊടുത്തു. താങ്ക് യു ഡോക്ടർ. റിച്ചാർഡിനൊപ്പമാണ് സിത്താരയെ കാണാൻ ഐസിയുവിലേക്ക് ശ്രേയ ചെന്നത്. ചോരവരുടെ വസ്ത്രം മാറ്റി അവളെ രോഗികൾക്കുള്ള യൂണിഫോം ധരിപ്പിച്ചിരുന്നു. മുടി കാണാനാവാത്ത വിധം അവളുടെ ശിരസ് വെള്ള ബാൻഡേജ് ചുറ്റിക്കെട്ടിയിരുന്നു. ഡ്രിപ്പ് സ്റ്റാൻഡിലെ കുപ്പിയിൽ നിന്ന് ഒരു കൈയിലേക്ക് രക്തവും മറു കൈയിലേക്ക് മരുന്നും തുള്ളി തുള്ളിയായി കയറുന്നുണ്ടായിരുന്നു. വിതുമ്പലടക്കി ശ്രേയ അവളെ തന്നെ നോക്കി നിന്നു. സിത്താരയുടെ മുഖം വല്ലാതെ വിളറിയിരുന്നു. എങ്കിലും അവൾ സുന്ദരിയാണെന്ന് റിച്ചാർഡിന് തോന്നി. എനിക്ക് എൻ്റെ മോളെ തിരിച്ചു കിട്ടുമോ റിച്ചി? ഒരു തേങ്ങലോടെ ശ്രേയ ചോദിച്ചു. കിട്ടും, തീർച്ചയായും കിട്ടും മമ്മി. അയാൾ അവരെ ഒരു കൈ കൊണ്ട് ചുറ്റിപ്പിടിച്ചു മെല്ലെ വാതിലിനടുത്തേക്ക് നടത്തി. പുറത്ത് നിക്കോളാസ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മമ്മിയെ നീ വീട്ടിലേക്ക് കൊണ്ടുപോ, ഞാനിവിടെ ഇരിക്കാം. എന്തെങ്കിലും ആവശ്യം വന്നാലോ, നിക്കോളാസ് പറഞ്ഞു. ശരി ഡാഡി. ശ്രേയയെ അയാൾ മൗസം ഹാളിലേക്ക് കൊണ്ടുപോയി. മമ്മി ഇവിടെ വിശ്രമിക്കേ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. വേറെ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് എനിക്ക്, റിച്ചാർഡ് പറഞ്ഞു. എന്ത് കാര്യങ്ങൾ? കാറിലുണ്ടായിരുന്ന 2 പേരും മരിച്ചില്ലേ? അവർ ആരൊക്കെയാണെന്ന് അറിയണം. സിത്താര എങ്ങനെ അവരുടെ കാറിലെത്തിയെന്നും അന്വേഷിച്ചറിയണം. അവളെ അവർ തട്ടിയെടുത്തതായിരിക്കും. സ്വമേധയാ അവൾ പോവുകയില്ല റിച്ചി. അപ്പോഴും അതായിരുന്നു ശ്രേയയുടെ വിശ്വാസം. ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്തേക്കാണ് റിച്ചാർഡ് നേരെ പോയത്. അയാൾ ചെന്നപ്പോഴേക്ക് മഹസർ എഴുതി പോലീസ് പാർട്ടി സ്ഥലം വിട്ടിരുന്നു. അപകടത്തിലായ കാറും റോഡിൽ നിന്നും മാറ്റിയിരുന്നു. റിച്ചാർഡ് പിന്നെ പോയത് ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്കാണ്. ഇൻസ്പെക്ടർ അപ്പോൾ സ്റ്റേഷനിലുണ്ടായിരുന്നു. സർ, എൻ്റെ പേര് റിച്ചാർഡ്. ബ്രിട്ടീഷ് എയർവേസിൽ പൈലറ്റാണ്. എയർപോർട്ട് റോഡിൽ വെച്ച് ഇന്ന് രാവിലെ ആക്സിഡൻറ്റിൽ പരിക്ക് പറ്റിയവരെ 2 പേരെ ഞാനാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത്, റിച്ചാർഡ് സ്വയം പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു. കൊമ്പം മീശയുള്ള മധ്യവയസ്കനായിരുന്നു ഇൻസ്പെക്ടർ. യൂണിഫോമിൻ്റെ നെഞ്ചിൽ കരുതിയിരുന്ന നെയിം പ്ലേറ്റിൽ രാമണ്ണ എന്ന് എഴുതിയിരുന്നു. വെൽഡൺ യങ് മാൻ, അതിൽ ഒരാളെങ്കിലും രക്ഷപ്പെട്ടല്ലോ, ഇൻസ്പെക്ടർ അയാൾ അഭിനന്ദിച്ചു. മരിച്ചത് ആരൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തോ സർ, റിച്ചാർഡ് ചോദിച്ചു. യെസ്, 2 പേർക്കും ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരുന്നു. ഒരാൾ മുരുകൻ, കോയമ്പത്തൂർ സ്വദേശിയാണ്. മറ്റേയാൾ സുരീന്ദർ, ഉടുപ്പിയിലെ അഡ്രസ്സാണ് അയാളുടേത്. അവരിൽ ആരുടേതായിരുന്നു സർ ആ കാർ? 2 പേരുടേതുമല്ല, റെൻ്റെ കാർ. സർവീസിൽ നിന്ന് സുരീന്ദർ 2 ദിവസത്തേക്ക് വാടകയ്ക്കെടുത്തായിരുന്നു അത്. മംഗലാപുരത്ത് സിത്താരയ്ക്ക് ആരെയും പരിചയമില്ല. പിന്നെ ഒരു കോയമ്പത്തൂർക്കാരുടെയും ഉടുപ്പിക്കാരുടെയും വണ്ടിയിൽ അവൾ എങ്ങനെയാണ് അകപ്പെട്ടത്? മമ്മിയും പപ്പയും സംശയിക്കുന്നത് പോലെ അവളെ അവർ കിഡ്നാപ്പ് ചെയ്തതായിരിക്കുമോ? അങ്ങനെയായിരുന്നെങ്കിൽ തിരക്കുള്ള ആ ഹോസ്പിറ്റലിൽ നിന്ന് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഒരിക്കലും അത് സാധിക്കുകയില്ല. ഒരുപക്ഷെ അവൾ സ്വമേധയാ. സർ, ഈ കാർ ആക്സിഡൻറ്റിൽ ഒരു ദുരൂഹതയുണ്ട്. രക്ഷപ്പെട്ട പെൺകുട്ടി എൻ്റെ അങ്കിൾ ജയന്ത് നിക്കോളസിൻ്റെ വളർത്തുപുത്രിയാണ്. അവളെ കിഡ്നാപ്പ് ചെയ്യുമെന്ന് ഒരു ഭീഷണിയുണ്ടായിരുന്നു. അങ്കിൾ അക്കാര്യം പോലീസ് അറിയിച്ചിട്ടുമുണ്ട്. ഓ, ഐ സി, ഇൻസ്പെക്ടർ ആലോചനയുടെ താടി ചൊറിഞ്ഞു. ഇതാണ് സാർ അങ്കിളിൻ്റെ കാർഡ്. എന്തെങ്കിലും വിവരം അറിയാനുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. നിക്കോളാസിൻ്റെ വിസിറ്റിംഗ് കാർഡ് എടുത്ത് അയാൾ ഇൻസ്പെക്ടർക്ക് കൊടുത്തു. ഞങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ നിക്കോളാസിനെ നിശ്ചയമായും കാണും, ഇൻസ്പെക്ടർ പറഞ്ഞു. താങ്ക് യു സർ. റിച്ചാർഡ് പിന്നെ മെഡിക്കൽ കോളേജിലേക്കാണ് പോയത്. ഐസിയുവിൻ്റെ മുമ്പിൽ നിക്കോളാസ് ഉണ്ടായിരുന്നു. സിത്താരയെ സത്യഭാമ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ് റിച്ചി, അയാൾ അറിയിച്ചു. ഇപ്പോൾ തന്നെ. ആംബുലൻസ് വരുന്ന താമസമേ ഉള്ളൂ. അവിടെ വെച്ച് സർജറി നടത്തുന്നതാണ് കൂടുതൽ സൗകര്യം. മറ്റന്നാൾ മുംബൈയിൽ നിന്ന് ഡോക്ടർ പ്രതീഷ് വരാമെന്ന് ഏറ്റിട്ടുണ്ട്. അന്ന് തന്നെ സർജറി നടത്തും, റിച്ചാർഡ് ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. മറ്റന്നാൾ എനിക്ക് ഡ്യൂട്ടിക്ക് റിപ്പോർട്ട് ചെയ്യണം ഡാഡി. 2 ദിവസത്തേക്ക് എന്തെങ്കിലും ആൾട്ടർനേറ്റീവ് അറേഞ്ച്മെൻറ്റ്സ് നടത്താൻ പറ്റില്ലേ, നിക്കോളാസ് ചോദിച്ചു. ശ്രമിച്ചു നോക്കാം. ആംബുലൻസ് വന്നു. സത്യഭാമയിൽ നിന്ന് എത്തിയ ഒരു ഡോക്ടറുടെയും 2 നഴ്സുമാരുടെയും അകമ്പടിയോടെ സിത്താരയെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയി.
പിന്നാലെ കാറിൽ നിക്കോളാസും റിച്ചാർഡും ചെന്നു. സത്യഭാമയിൽ അപ്പോൾ തന്നെ അവളെ വിദഗ്ധ പരിചരണത്തിനായി ഏറ്റെടുത്തു. ഇനി നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കണമെന്നില്ല. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ അറിയിക്കാം, ഡോക്ടർ ഭട്ട് പറഞ്ഞു. ശരി ഡോക്ടർ. നിക്കോളാസും റിച്ചാർഡും മൗസം ഹാളിൽ എത്തിയപ്പോൾ ശ്രേയ കിടക്കുകയായിരുന്നു. മറ്റന്നാൾ സർജറിയാണ്. മുംബൈയിൽ നിന്നും ഡോക്ടർ വരും, നിക്കോളാസ് അറിയിച്ചു. ശ്രേയ പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു. സിത്താരയെ നമുക്ക് നഷ്ടപ്പെടുമോ നിക്കി? ആദ്യയോട് അവർ ചോദിച്ചു. അങ്ങനെയുള്ള ഒരു പേടിയും വേണ്ട. ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? അവളുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ഒരാപത്തും ഉണ്ടാവുകയില്ല, നിക്കോളാസ് അവരെ പെട്ടെന്ന് സമാധാനിപ്പിച്ചു. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഓപ്പറേഷന് ശേഷം അവൾ പഴയ ജന്മത്തിലേക്കാണ് ഉണരുന്നതെങ്കിൽ, നമ്മൾ ആരെയും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ? ഓർമ്മയിൽ ശ്രേയയുടെ ഇരു നിറഞ്ഞൊഴുകി. മമ്മി, മറ്റൊരു കാര്യം മറക്കരുത്. അവൾ ഏതോ ഒരു വീട്ടിൽ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ആരുടെയോ മകളായിരുന്നു. അവരിപ്പോൾ എത്രമാത്രം സങ്കടം അനുഭവിക്കുന്നുണ്ടായിരിക്കും. സിത്താരയ്ക്ക് പഴയ ഓർമ്മ തിരിച്ചു കിട്ടിയാൽ നമ്മൾ അവളെ കൊണ്ട് ചെന്ന് അവളുടെ മാതാപിതാക്കളെ ഏൽപ്പിക്കും, റിച്ചാർഡ് പറഞ്ഞു. ശ്രേയ ഒരു പ്രതിമയെപ്പോലെ അങ്ങനെ ഇരുന്നു. ഓഫീസിൽ ഒരു കോൺഫറൻസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് രാജീവിൻ്റെ കയ്യിലിരുന്ന മൊബൈൽ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. കോൺഫറൻസ് ആരംഭിച്ചപ്പോൾ സൈലൻറ്റ് മോഡിലായിരുന്നു ഫോൺ. നോക്കിയപ്പോൾ താരാമാധവ് സിംഗപ്പൂരിൽ നിന്ന് വിളിക്കുകയാണ്. കോൾ എടുക്കാതിരിക്കാൻ പറ്റില്ല. ഹലോ, ശബ്ദം താഴ്ത്തി അയാൾ പറഞ്ഞു. രാജീവ് ഇപ്പോൾ ബിസിയല്ലല്ലോ? അവൾ ചോദിച്ചു. പ്രസന്നമായ സ്വരമായിരുന്നു അവളുടേത്. ഞാനിപ്പോൾ ഒരു മീറ്റിങ്ങിലാണ്. അരമണിക്കൂർ കഴിഞ്ഞിട്ട്. ഓക്കെ, ഞാൻ വിളിക്കാം. പെട്ടെന്ന് ഫോൺ കട്ടായി. കോൺഫറൻസ് തുടർന്നു. സാമ്പത്തിക മാന്ദ്യം കാരണം അമേരിക്കയും ബ്രിട്ടനും ഔട്ട്സോഴ്സിംഗ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതുകൊണ്ട് ഇന്ത്യയിലെ IT കമ്പനികൾക്ക് പഴയതുപോലെ പുറംജോലികൾ കിട്ടുന്നില്ല. കോണ്ടിനെൻ്റൽ കൺസൾട്ടൻസി സർവീസസ് എങ്ങനെയൊക്കെ ആ പ്രതിസന്ധിയെ തരണം ചെയ്യണം എന്നതായിരുന്നു ചർച്ചാ വിഷയം. കോൺഫറൻസ് 12 മണിവരെ നീണ്ടു. അല്പനേരം കഴിഞ്ഞപ്പോൾ താരമാധവൻ്റെ വിളി വീണ്ടും വന്നു. രാജീവ്, ഞാനിപ്പോൾ വലിയ ഷോപ്പിംഗ് മാളിലാണ്. ഒന്നാന്തരം ലെതർ ഷൂസ് ഇവിടുണ്ട്. രാജീവിൻ്റെ സൈസ് പറയൂ, അവൾ ആവശ്യപ്പെട്ടു. അയാൾ ധർമ്മസങ്കടത്തിലായി. താരയിൽ നിന്ന് ഒരു പാരിതോഷികവും സ്വീകരിക്കരുതെന്ന് ആഗ്രഹം. എനിക്ക് ആവശ്യത്തിലേറെ ഷൂസ് ഉണ്ട് താര, അയാൾ പറഞ്ഞു. അതെനിക്കറിയാം, പക്ഷേ ഞാൻ വാങ്ങിത്തരുന്ന ഷൂസ് പോലെയല്ലോ അതൊന്നും. ബ്ലാക്ക് വേണോ അതോ ബ്രൗൺ വേണോ? വൈറ്റ് കളറിലുള്ളതുമുണ്ട്. പിന്നെ ഡിസൈൻ ഷൂസുമുണ്ട്. പറയൂ, എത്രയാണ് സൈസ്? 9. ഒടുവിൽ അയാൾക്ക് പറയേണ്ടി വന്നു. താങ്ക് യു. സൈസ് അറിയേണ്ടാത്ത വേറെ ചില സാധനങ്ങൾ ഞാൻ രാജുവിന് വേണ്ടി വാങ്ങി വെച്ചിട്ടുണ്ട്. അടുത്ത സൺഡേ ഞാൻ നെടുമ്പാശ്ശേരിയിൽ ലാൻഡ് ചെയ്യും. മൺഡേ ഞാൻ തിരുവനന്തപുരം വരും. അപ്പോൾ നമുക്ക് കാണാം. ബൈ. തിങ്കളാഴ്ച താര വരുന്നു. അയാൾ മെല്ലെ ഫോൺ മേശപ്പുറത്തേക്ക് വെച്ചു. നാളെ ശനി. പെട്ടെന്നാണ് അയാൾക്ക് ദീപ്തിയെ ഓർമ്മ വന്നത്. നാളെയാണ് കന്യാകുമാരി യാത്ര. പിറ്റേന്ന് മടങ്ങി വരുന്നു. എല്ലാം ഒരിക്കൽ കൂടി ഉറപ്പാക്കണ്ടേ? രാജീവ് ദീപ്തിയെ വിളിച്ചു. ഹലോ, എവിടെയാണിപ്പോൾ? ലഞ്ച് കഴിക്കുകയാണ്. ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ വിളിക്കാം, ശബ്ദം താഴ്ത്തി അവൾ പറഞ്ഞു. ഓക്കെ. പിന്നെ അവളുടെ വിളി വന്നത് വൈകുന്നേരം 6 മണിക്കാണ്. ഞാനിപ്പോൾ വീട്ടിലാണ് രാജീവേട്ടാ. അശ്വതി കുളിക്കാൻ ബാത്റൂമിൽ കയറിയ സമയത്താണ് വിളിക്കണേ. നാളത്തെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാനാണ് ഞാൻ വിളിച്ചത്, അയാൾ പറഞ്ഞു. കൊള്ളാം. മറക്കാൻ പറ്റുന്ന കാര്യമാണോ അത്? ഓർക്കുമ്പോഴൊക്കെ ചങ്കിടിക്കുകയാണ്. ആരെങ്കിലും എന്തെങ്കിലും അറിഞ്ഞാൽ? അവൾ ഭയന്നു. ആരും ഒന്നും അറിയില്ല. ഞാൻ പറഞ്ഞ പോലെയല്ലേ പ്ലാൻ ചെയ്തത്? അതെ. എൻ്റെ കൂടെ +2 പഠിച്ച ജിൻസിയുടെ മാരേജ് ശനിയാഴ്ച നാഗർകോവിലിൽ വെച്ച് നടക്കുന്നു. അന്ന് വൈകുന്നേരം കന്യാകുമാരിയിൽ വെച്ച് റിസപ്ഷൻ. അതിലും പങ്കെടുത്തിട്ട് പിറ്റേന്ന് മടങ്ങുന്നു, അവൾ പറഞ്ഞു. ഗുഡ്. നാഗർകോവിലിലേക്ക് പോകുന്നത് എങ്ങനെയാണ്? ട്രെയിനിൽ. രാവിലെ 10 മണിയാകുമ്പോൾ സദാശിവൻ അങ്കിൾ എന്നെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുചെന്ന് വിടും. അവിടുന്ന് ജയന്തി ജനത എക്സ്പ്രസ്സിൽ ഞാൻ നാഗർകോവിലേക്ക് പോകുന്നു. വെരി ഗുഡ്. വേണമെങ്കിൽ അങ്കിളിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നാഗർകോവിലിൽ ചെന്ന് ട്രെയിനിൽ ഇറങ്ങിക്കോളൂ. അവിടെ വന്ന് ഞാൻ പിക്ക് ചെയ്തോളാം, രാജീവ് പറഞ്ഞു. അല്ലെങ്കിൽ രാജീവേട്ടൻ തമ്പാനൂരിൽ ഉണ്ടാവില്ലേ? അവൾ ചോദിച്ചു. തീർച്ചയായും ഉണ്ടാവും. സദാശിവൻ അങ്കിൾ പോയാലുടൻ വന്ന് എൻ്റെ കാറിൽ കയറിയാൽ മതി. ശരി രാജുവേട്ടാ. ദീപ്തി ഫോൺ കട്ട് ചെയ്തു. ഓവർനൈറ്റ് ബാഗ് എടുത്ത് അവൾ 2 ദിവസത്തെ താമസത്തിനുള്ള വസ്ത്രങ്ങൾ അതിലെടുത്ത് വയ്ക്കാൻ തുടങ്ങി. അപ്പോഴാണ് കുളി കഴിഞ്ഞ് അശ്വതി വന്നത്. അവൾ ദീപ്തിയൊന്ന് നോക്കി. പിറ്റേന്ന് രാവിലെ 9 മണിയായപ്പോഴേക്ക് ദീപ്തി കന്യാകുമാരി യാത്രയ്ക്ക് തയ്യാറായി. ഞാൻ പോയിട്ട് വരാമടി. അശ്വതിയുടെ കവളിലൊന്ന് മൃദുവായി നുള്ളിയിട്ട് ബാഗ് എടുത്ത് അവൾ താഴേക്ക് ഇറങ്ങിച്ചെന്നു. കാറിനടുത്ത് സദാശിവൻ നായർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ബാഗ് ബാക്ക് സീറ്റിൽ വച്ചിട്ട് അവൾ അയാൾക്കൊപ്പം ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരുന്നു. മാലതിയും അശ്വതിയും കൈവീശിക്കാട്ടി. കാർ മെല്ലെ ഗേറ്റ് കടന്ന് പുറത്തേക്കിറങ്ങി. 20 മിനിറ്റ് എടുത്തു വണ്ടി തമ്പാനൂരിലെത്താൻ. സ്റ്റേഷൻ്റെ മുമ്പിൽ ദീപ്തി ഇറങ്ങി. ഞാൻ നിൽക്കണോ മോളെ? അയാൾ ചോദിച്ചു. വേണ്ട എങ്കിൽ. അയാൾ കാർ മുന്നോട്ടെടുത്തു. ദീപ്തി മൊബൈലെടുത്ത് രാജീവിനെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു കാർ അവളുടെ അടുത്ത് വന്ന് നിന്നു. അയാളുടെ വണ്ടിയായിരുന്നു അത്. അയാൾ ഫ്രണ്ട് ഡോർ തുറന്നു പിടിച്ചു. അവൾ ബാഗുമായി വേഗം കാറിലേക്ക് കയറി. സിറ്റിയുടെ അതിർത്തി വിടുന്നതുവരെ 2 പേരും ഒന്നും മിണ്ടിയില്ല. ദീപ്തിക്ക് പേടിയുണ്ടോ? പെട്ടെന്ന് രാജീവ് മുഖം തിരിച്ചു ചോദിച്ചു. രാജീവേട്ടനെ ഞാൻ എന്തിനു പേടിക്കണം? അവൾ അയാളെ നോക്കി. അയാൾ ഇടതു കൈയെടുത്ത് അവളുടെ വലതു കൈയിൽ അമർത്തി പിടിച്ചു. അവളുടെ ശരീരം ആകെ ഒന്ന് വിറച്ചു.